ദേവമ്മോയ്, യെസ്, എന്താണ് പരിപാടി? നമുക്ക് ഒരിടം വരെ അങ്ങ് പോയാലോ? പോവാം. ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് ഒരു ലോട്ടറി എടുത്താലോ? നിന്റെ നാട്ടിൽ നിന്ന് എടുക്കാം. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്ന എല്ലാവർക്കും അടിക്കുന്നുണ്ട്. ശരിക്കും മെയിൻ ആയിട്ട് മറ്റേ ആ ഭഗവതി ഏജൻസി ഇല്ലേ, നടക്കും. അവിടെ നിന്ന് എടുക്കാം. പൊതുവെ പാലക്കാട് നിന്നാണ് പണ്ടടിക്കല്, ഇപ്പൊ എല്ലാം ട്രിവാൻഡ്രത്ത് നിന്ന് അടിക്കല്. നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോൾ എടുത്താലോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ എപ്പോഴും ഈ ലോട്ടറി ഒന്നും എടുക്കാത്ത ഒരാളാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ എന്തായാലും ഒരെണ്ണം എടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ തിരുവോണത്തിന് എന്നായിരിക്കും എന്തായാലും ട്രിവാൻഡ്രത്ത് എത്തുക. ആ ദിവസം പറ്റുമെങ്കിൽ അവിടെ ലോട്ടറി പിടി ഉണ്ടാവുമോ? ആ, ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഒരെണ്ണം എടുക്കും. ആദ്യത്തെ നമ്മളെ ഭാഗ്യ പരീക്ഷ എടുത്തു നോക്കണം. ഒരെണ്ണം നീ എടുക്കുക, ഒരെണ്ണം ഞാൻ എടുക്കുക. ആർക്കാ ഭാഗ്യം എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാളും കൂടി ഒന്ന് തോട്ടട വരെ ഒന്ന് പോയിട്ട് വരുവാണ്. പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവളാണ്. ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ്. അതെ, അതായത് ഇവളുടെ ഒരു കൂട്ടുകാരി ഉണ്ട്. ഓൺലൈനിൽ മാത്രമേ അവൾക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരി. ആ കൂട്ടുകാരിയെ ഇന്നിവൾ നേരിട്ട് കാണാൻ പോവാന്ന് നമ്മളെ ദേവു. എന്താണ് അതിനെപ്പറ്റി? 4 മാസമായി ഇതേവരെ കണ്ടിട്ടില്ല. ആ, സത്യാണ്. അവളെ അങ്ങനെ ഒന്നും കാണാൻ കിട്ടാത്ത ഒരാളാണ്. ആളെ ആരായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും നമ്മൾ നേരിട്ട് കാണുന്നതിലല്ലേ ഒരു ത്രില്ല്. എന്തായാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് നോക്കാം. നമ്മളങ്ങനെ തോട്ടടി എത്തി ഗൈസ്. ഇവിടെയാണെങ്കിൽ അവൾ എത്തിയിട്ടില്ല. നമ്മൾ അവളെ കാത്തിരിക്കുകയാണ്. എന്താണ്, എക്സൈറ്റഡ് ആണോ നീ? എന്താ എക്സൈറ്റഡ്? ഇവള് റീലിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. റിയാലിറ്റിയിൽ അവൾ എങ്ങനെ ഇരിക്കും, എന്തായിരിക്കും അവൾ? ഇനിയും ഒറിജിനൽ ആളാണോ എന്ന് പോലും ഇവക്ക് അറിഞ്ഞൂടാ. ഒറിജിനൽ തന്നെ ഉടായിപ്പൊന്നും അല്ലടേ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ സംഭവം അറിയാം, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? കൂട്ടുകാരികൾ, ഓൺലൈൻ കൂട്ടുകാരികൾ. ഇനി ഓഫ്ലൈനും വരട്ടെ. അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുറച്ച് ഞമ്മൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അവക്ക് വേണ്ടിയിട്ട് അല്ലേ? ഇവിടെ പിന്നെ അധികം കടകളൊന്നും ഇല്ല, അതുകൊണ്ട് പൊട്ടസ്ഥലം. അവളുടെ സ്ഥലം പൊട്ടസ്ഥലം, പൊട്ടത്തോട്ടട. ഇനി എന്തായാലും അവള് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അവള് കുറെ നേരമായി അവിടുന്ന് വിട്ടു എന്ന് പറയും. ഇതുവരെ എത്തിയിട്ടില്ലല്ലോ ദൈവം. ഫൈനലി ഇവർ രണ്ടാളും കണ്ടുമുട്ടി. ഇതാ ഇവളാണ് ധവൾ, ഓൺലൈൻ ഫ്രണ്ട്, ദേവുവിന്റെ ഓൺലൈൻ ഫ്രണ്ട്. നീ എന്താ നോക്കിയിരിക്കുന്ന? കൊടുക്ക്. നീ ഒന്നും തിന്നാത്തോണ്ട് നീ തിന്നണ സാധനം ഓളെ കണ്ടിട്ട് റിയാക്ഷൻ ഇല്ലാത്ത. നീ ആദ്യമായിട്ടല്ലേ കാണുന്നേ? എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിന് മുന്നേ റിയാക്ഷൻ ഞാൻ കണ്ടില്ല. കണ്ട എക്സൈറ്റ്മെന്റ്. എന്താ പരിപാടി? എന്നാ പരിപാടി? ബീച്ച്. അത് ഇവിടെ അല്ലല്ലോ, ബീച്ച് അങ്ങോട്ട് പോണം. ഞാൻ ഇതുവരെ വന്നിട്ട് ഇവിടുത്തെ ബീച്ചിൽ പോയിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ബേബി ബീച്ചിൽ പോയി. ഞാൻ ഇവിടുത്തെ രേവതിക്കായിട്ട് പ്രൈവറ്റ് ബീച്ചെല്ലാം ഉണ്ട് ഇവിടെ, അതറിയാം. ഇവിടെ കുളിക്കാൻ പോവും. പിന്നെ എന്താ അങ്ങനെ ഒരു കുഴപ്പമില്ലാന്ന്? ഇവളാണ് അവിടുത്തെ വില്ലത്തി. കുറച്ച് കുഴപ്പമൊന്നാണ് എനിക്ക്. നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് രേവതി നമ്മളെ ഏതോ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണ് ഈ സ്ഥലം? പറയൂ. ലീ കേക്സ് എന്ന് നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ അല്ലേ രജിക്കുട്ട? നമ്മൾ എത്ര കാലമായി കണ്ടിട്ട്? ഒരുപാട്. അന്ന് പോയതല്ലേ ഡാൻസും ചീറ്റി എല്ലാം വളർത്തുന്നത്. ഉള്ളിൽ പോട്ടെ. എനിക്കും രേവതിക്കും ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. MRA ഫുൾ മെനു ഞാൻ ഇവൾക്ക്, എനിക്ക് ഇവൾക്കും കാണാൻ പാടാണ്. ഇവിടെ വന്നപ്പോ ഇവളെ ഫുൾ സ്ഥലങ്ങൾ ഇതാ. പുതിയ മെനു അല്ലേ ഇത്? പരിചയപ്പെടുത്തിത്താ. ഇത് ചാറ്റ്സിന്റെ മെനു ആണ്. നമ്മള് ശരിക്കും ഒരു ഫുഡ് ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ഒത്തന്റെ ആൾക്കാരെ വിളിക്കുമ്പോ ഓർമ്മയുണ്ട്, നിങ്ങൾ ഓരോ 11 മണിക്ക് 4 മണിക്കൊക്കെ ചായ കുടിക്കുന്ന മാത്രം ഇട്ടാ മതിയായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടത് ഷോർട്സ് ആയിട്ട് ഇട്ടാ മതിയായിരുന്നു അല്ലേ? ഇന്ന കടയെന്ന് പറഞ്ഞു. സത്യം. ഇപ്പൊ ഇങ്ങനെയായി അവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഫുഡ് നമ്മള് പ്രൊമോഷൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പൈസ കിട്ടിയ. MRA പുതിയ വരുന്ന ഓരോ കടിയും നമ്മളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞു. ദേവു എന്താ പറഞ്ഞ? ലൈമ്. രേവതി ഒരു ലൈം സോഡയും പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും വന്നിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് വരാം. നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. രേവതിക്ക് ഇനി എന്താ ബർത്ത്ഡേ പാർട്ടിയാ? രണ്ടാക്കും
ബർത്ത്ഡേ പാർട്ടി. റെജിയുടെ കൊറേ ഒരു ഏക്കർ ബീച്ചിലാണ് നമ്മൾ പരിപാടി. ഏതോ ഒരു വീട്ടിൽ നിന്നല്ലേ? ബീച്ച് ബീച്ചിൽ നിന്നാ? മുഴപ്പിലാണ് ബീച്ചിലാണ്. റെജീന്റെ കൊറേ കഥയെല്ലാം നമ്മൾ കേട്ടു. ഇതിപ്പോ വാവാ റെജിയാന്ന് എടുത്ത്. അതായത് നിങ്ങൾക്ക് മറ്റേ പാമ്പിനെയോ പിന്നെ ചേരേനെയോ പൂച്ചേനെയോ എന്തിനെ വേണേലും രക്ഷിക്കാൻ റെജി പറന്നെത്തും. ഡിങ്കനാ ഡിങ്കൻ. മൊബൈൽ നമ്പർ ഡിസ്പോസ് ചെയ്യാം. എന്താ പരിപാടി? രേവതി ബൈ 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 ബൈ. വീണ്ടും സന്ധിക്കും വരേക്കും ബൈ ഗായ്സ്. ഇവർ പിരിയുകയാണ് ഗായ്സ്. ഇനി പിന്നെ കാണാം. ബൈ ബൈ. നമ്മൾ നേരെ അങ്ങനെ നമ്മുടെ തലശ്ശേരി എത്തി. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഒരു വെജ് ആഹാരം കഴിച്ചിട്ട് മടങ്ങാം. കുറെ കാലമായല്ലേ നോൺ വെജ് തന്നെ കഴിക്കുന്നത്. ഇനി ഇന്നൊന്ന് വെജ് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ നേരെ കോഫി ഹൗസിൽ പോവാം. എന്റെ മസാല ദോശ വന്നു, ദേവുവിന്റെ നെയ് റോസ്റ്റും വന്നു. ഇനി കഴിക്കാം. നീ എന്നാ പറയുന്ന? ഇനി തൊട്ട് നീ രാത്രി ചിക്കൻ ഒന്നും കഴിക്കരുത്. എന്താ? ഹോമിലി ഫുഡ് കഴിക്കണം. ചിക്കൻ കഴിച്ചാൽ എന്നാ കുഴപ്പമെന്നാ? ചിക്കൻ ഒന്നും കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും. ഞാനിപ്പോ ഹോംലി മീൽസിൽ കഴിക്കുന്നത്. ചിക്കൻ പ്രോട്ടീനാണ്. അത് ചിക്കൻ പ്രോട്ടീനാണ്. പൈസ നമ്മളല്ലേ പോണത്. പൈസ നമ്മള് പോയാലും പൈസ പോയാലും വിശപ്പടങ്ങണം എന്നാണ്. എന്നാലും എപ്പോഴും എന്നാ നിനക്കും ഇനി ലോഡർ ഫ്രൈസ് ഇല്ല, ലേസ് ഇല്ല, ഒന്നുമില്ല. പൈസ അടയ്ക്കാം. അവിടെ ഇരുന്ന കേട്ടാ. ശരി, നമ്മൾ നേരെ വീട്ടിൽ പോകാം. ഇവിടെ കത്തിയടി കെട്ടിയിരുന്നാലും അവിടെ ഇരിക്കത്തേ ഉണ്ടാവും. നമ്മൾ രണ്ടും നേരത്തെ തന്നെ വീട്ടിൽ ഇങ്ങോട്ട് പോകണം. വേറെ എവിടെയും കറങ്ങാനും നിന്നിട്ടില്ല. കാരണം വന്നിട്ട് നിങ്ങൾ അറിയാലോ, മസാല ദോശ ഇതൊന്നും തിന്നിട്ട് തന്നെ വയറൊന്നും അടങ്ങി നിന്ന് കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. അല്ലേ തമ്പീഷ? എങ്ങനെയുണ്ട് രേവതിനെ മീറ്റ് ചെയ്തിട്ട്? She has a little bit of health problem, so that's why we haven't ബാക്കി ഇംഗ്ലീഷ് അറിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് അവർക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ദ സെൻസ് വലിയ ഇതൊന്നല്ല, ചെറുത്. അപ്പോൾ അതെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ അധികം അവിടെ നിന്നൊന്നും തിരിയാത്തത്. അവിടെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ രണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവളെ ഓൺലൈൻ ഫ്രണ്ടിനെ അവൾ അങ്ങനെ റിയാലിറ്റിയിൽ കണ്ട് ഇനിയും ഭാവിയിൽ രണ്ടുപേരും എവിടെയെങ്കിലും കറങ്ങാൻ പോകലോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് പോകട്ടെ. ഇവിടെ ഭയങ്കര ആഗ്രഹമായിരുന്നു രേവതിനെ കാണണം എന്നുള്ളത്. ഇന്ന് സാധിച്ചു കൊടുത്തു. എന്തായാലും കണ്ടിരിക്കും പറഞ്ഞല്ലേ. സത്യം. അതേപോലെ തന്നെ അവള് കാണുകയും ചെയ്ത് ഭയങ്കര ഹാപ്പി ആയല്ലേ രണ്ടാളും. രണ്ട് ചിരിച്ചിരിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടാക്കല്ല 3 ആക്കും കൂടി അന്നെ ഊക്കലായിരുന്നു പരിപാടി. എനിവേ നല്ലൊരു ദിവസമായിരുന്നല്ലേ. അപ്പൊ ഗൈസ്, അത്രയും ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.